രാഷ്ട്രീയ സ്വയംസേവക സംഘം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി പരിതാപകരായിരുന്നു. സംഘം തുടങ്ങിയത് 1925 വിജയദശമി ദിവസം. ആ തുടങ്ങിയത് എവിടെയാണെന്ന് പറഞ്ഞെങ്കിൽ മോഹിത്തേവാഡ് എന്നുള്ളൊരു ഗ്രൗണ്ടിലാണ്. ഒരു 6-7 കുട്ടികളോട് കൂടിയിട്ട് ഡോക്ടർജി സംഘം തുടങ്ങി. അവിടെ തന്നെ തുടങ്ങാൻ കാരണം എന്തെന്നറിയോ? ലക്ഷോപലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ഹനുമാനും അർജുനനും തേരിനുണ്ടായ കൊടി ഭഗവത് കൊടിയായിരുന്നു. ചിഹ്നങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ദുര്യോധൻ്റെ കൊടി കാവിക്കൊടിയാണെങ്കിലും അതിൽ പാമ്പായിരുന്നു അടയാളം, നാഗധ്വജൻ, അങ്ങനെ അടയാളങ്ങൾ മത്സ്യധ്വജം, ഇങ്ങനെ പലതുണ്ട് അടയാളങ്ങൾ. പക്ഷേ ഈ കൊടിയുടെ നിറം കാവിയായിരുന്നു. കാരണം അത് ഭാരതത്തിൻ്റെ സംസ്കൃതിയാണ്. ഇത് ഝാൻസി റാണി വധിക്കപ്പെട്ടതോടുകൂടി ആ കൊടിയാണ് ഹിന്ദുക്കൾക്ക്, ഇവിടുത്തെ ജനതയ്ക്ക് ആവേശം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാർ ആ കൊടി മോഹിത്തവാഡയിൽ വെച്ച് നശിപ്പിച്ചു. ആ കൊടി അവിടെ തന്നെ ഉയർത്തിയിട്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഡോക്ടർജി വീണ്ടും സംഘത്തിൻ്റെ ശാഖ തുടങ്ങി അവിടെ വെച്ചിട്ടാണ്. നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ, നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ, ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം, ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം, മഹാമംഗളേ പുണ്യഭൂമേ ത്വദർത്തേ, മഹാമംഗളേ പുണ്യഭൂമേ ത്വദർത്തേ, പതത്വേഷകായോ നമസ്തേ നമസ്തേ, പതത്വേഷകായോ നമസ്തേ നമസ്തേ, പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത, പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത. അങ്ങനെ ആ ശാഖ തുടങ്ങിയതിന് ശേഷം 25 കുറച്ച് കാലം എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു. ആ വ്യാപിക്കുന്ന സമയത്ത് വിഷമം തോന്നിയിട്ട് ആർക്ക് ഭരണകക്ഷിക്ക് എല്ലാദിക്കലും വ്യാപിക്കുമ്പോൾ വിഷമായിട്ട് അവരെ എന്ത് ചെയ്തു എന്നറിയോ? എങ്ങനെയെങ്കിലും സംഘത്തിന് നിരോധിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായി. എന്താ വഴി? ഒരു വഴിയില്ല. അങ്ങനെ ഗാന്ധിവധത്തിൽ ഉൾപ്പെടുത്തി. ഗാന്ധിവധത്തിൽ നടന്നത് യഥാർത്ഥത്തിൽ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിനെ കൊന്നത് ഹിന്ദു മഹാസഭയിലെ ആളാണ്. ഹിന്ദു മഹാസഭയിലെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നത് ആരെന്നറിയോ? നിർമ്മൽ ചാറ്റർജി. അത് വക്കീലായിരുന്നു. അയാൾ സുപ്രീം കോടതിയിലെ വക്കീലായിരുന്നു. ആ വക്കീലിന് പ്രമോഷൻ കൊടുത്തിട്ട് ജഡ്ജിയാക്കി. ഈ കൊന്നവൻ്റെ പാർട്ടിക്ക് പ്രമോഷൻ കൊടുത്തിട്ട് അതിൻ്റെ പ്രസിഡൻറ്റിനെ ജഡ്ജിയാക്കി ഇവർ. RSSന് പുലബന്ധം പോലും ഇല്ലാത്ത RSSൻ്റെ സർസംഘചാലകനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, സംഘത്തിനെ നിരോധിച്ചു. പിന്നീടാണ് കോടതിക്കൊക്കെ പോയിട്ട് ഇവർ പുലബന്ധം പോലും RSSന് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ നിരോധനമൊക്കെ പിൻവലിച്ചത്. രണ്ടാമത് RSSനെ നിരോധിക്കാൻ നോക്കിയവർ പല ദിക്കിലും. കാരണം അവരെ ഇതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ മുഴുവനും തന്നെ വ്യാപിക്കാൻ തുടങ്ങി. ശ്രുതം ചൈവ യത്കണ്ഠകാകീർണമാർഗം, സ്വയം സ്വീകൃതന്ന സുഖംകാരയേ, സമുത്കർഷനിശ്രേയസസ്യൈകമുഗ്രം, പരം സാദരം നാമ വീരവൃതം, തദന്തസ്ഫുരത്വക്ഷയാ ധ്യേയനിഷ്ഠാ, ഹൃദന്ത പ്രജാഗർതു തീവ്രാനിശം, വിജേത്രീ ജനസംവദാകാരശക്തി, വിദായാസി ധർമ്മസ്യ സംരക്ഷണം, പരം വൈഭവന്യേതു മേ തത്സ്വരാഷ്ട്രം, സമർത്ഥാ ഭവത്വാ ശിശാതേ വൃഷം, അതോടുകൂടിയിട്ട് കേരളത്തിലും കുറേശ്ശെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചു. പരമേശ്വർജിയാണ് ഇതിൻ്റെ തുടക്കം. ആ സമയത്ത് കേരളത്തിൽ നമ്മൾ പണ്ട് 55 മുതൽ ഞാൻ ഈ ശാഖയിൽ വരുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ കാഞ്ഞങ്ങാട് ഉമാനാഥറാവ് വരുന്നു. അയാളാണ് എന്നെ അതിൽ കൊണ്ടുപോയത്. അപ്പോൾ ആ സമയത്ത് ഈ വിഭജനം നടന്ന സമയത്ത്
സംഘത്തിൻ്റെ സർസംഘചാലക് ഗുരുജി ഗോൾവൾക്കറായിരുന്നു. അദ്ദേഹം കറാച്ചിയിലും ലാഹോറിലും പെഷവാറിലും ഉണ്ടായ എല്ലാ ദിക്കിലും സംഘം വ്യാപിച്ചിരുന്നു. പാകിസ്ഥാനിൽപ്പെട്ട ദിക്കിലും അതുപോലെ ബംഗ്ലാദേശിൽപ്പെട്ട ദിക്കിലൊക്കെ സംഘശാഖകളുടെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു നിർദ്ദേശം കൊടുത്തു, അവസാനത്തെ ഹിന്ദുവിനെ പോലും ഹിന്ദുസ്ഥാനത്തിൽ തിരിച്ചെത്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ മടങ്ങാവൂ എന്ന് പറഞ്ഞു. ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. അങ്ങനെ പരിശ്രമം ചെയ്തിട്ട് ഹിന്ദു സമാജത്തെ 90% ഇങ്ങോട്ട് എത്തിക്കാൻ നോക്കിയിരുന്നു. അതിൽ കുറേ ആൾ ജീവൻ വെടിഞ്ഞു. അവിടെ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു പാകിസ്ഥാനിൽ, പെഷവാറിൽ. ആ പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുന്നത് നല്ലത്, അല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു സംഘത്തിൻ്റെ അധികാരികൾ. അപ്പോൾ പറഞ്ഞു, ഞാനൊരു ഒന്നാം തരം മതേതരവാദി, എന്നോട് അവരെല്ലാം വളരെ സ്നേഹത്തിലാണ്, വളരെ ഇതായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട് ഇയാൾ കൂട്ടാക്കിയില്ല. ലോകപ്രസിദ്ധനായ സംസ്കൃത പണ്ഡിതനാണ് ഇയാൾ. കൂട്ടാക്കിയില്ല. അങ്ങനെ 4 കൊല്ലം കഴിഞ്ഞു. ഇവരൊക്കെ എത്തി, വിഭജനമൊക്കെ നടന്നത്. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഡൽഹിയിലെ അഭയാർത്ഥി കേന്ദ്രത്തിലുണ്ട് ഇയാൾ. ഡൽഹിയിലെ അഭയാർത്ഥി കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. ബദിയെടുക്കാത്തല്ല, നിങ്ങളെ മധൂരിൽ കണ്ടില്ല, അവർ പോസ്റ്റ് മാർഷ ഇതിട്ടിട്ട് അയാളും പറഞ്ഞത് തന്നെ, എന്നെ എന്തും ആക്കൂല, അപ്പം ഞാനും വളരെ നല്ല, അവരുമായിട്ട് നല്ലത്. ഇതാണ് സംഭവിച്ചത്. അഭയാർത്ഥി ക്യാമ്പിലുണ്ട് ഈ മനുഷ്യൻ. ആ സമയത്ത് വിഭജനം നടന്ന സമയത്ത് സർവസ്വവും നഷ്ടപ്പെട്ടിട്ട് ഹൈദരാബാദിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു അന്ന്. ആരെന്ന് പറഞ്ഞെങ്കിൽ അയാളുടെ പേര് ശ്രീധരൻ, എന്തോ ഗ്രാമസേവകനായിട്ടുണ്ടായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞ കഥയാണ്. 1.5 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വണ്ടി നാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. കാരണം ചീഞ്ഞടിഞ്ഞ് ശവങ്ങൾ, അതുപോലെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ട് പഴുത്തിട്ട് ചീഞ്ഞ് സർവസ്വവും നഷ്ടപ്പെടുന്നു, ഉടുതുണി പോലും നഷ്ടപ്പെട്ടിട്ട്. അങ്ങനെയുള്ള ആൾ വണ്ടിയിൽ പുറത്തും ഉള്ളിലും എല്ലാ ദിക്കിലും ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് സർദാർ പട്ടേൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വണ്ടി കാലിയാക്കിയിട്ട് വിടണ്ട, ഇതിൽ നിറച്ചിട്ട് വിടാന്ന്. പക്ഷേ നെഹ്റു വിട്ടില്ല. എന്നുവെച്ചാൽ അത് ആ വികാരം കൊണ്ട് അയാൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അയാൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത്രയും ഭയങ്കരമായിരുന്നു അന്നത്തെ ആ കാലഘട്ടം. അവിടുന്ന് അവർക്കെല്ലാം ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. അവരെല്ലാം നഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഇവിടെ ജീവിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ. ആ സമയത്ത് കോൺഗ്രസിൻ്റെ സർവ്വ നേതാക്കന്മാരുണ്ടായിരുന്നു കുറേ ആൾ. ഈ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കാൻ വന്നിട്ട് ഒന്ന് ബാക്കിയുണ്ടായിരുന്നവർക്ക്, അവരെ ചാരിത്രം അത് നഷ്ടപ്പെടുത്തിയ ഇവരാണ്. ഇവിടെ വന്നിട്ടാണ് നഷ്ടപ്പെടുത്തിയത്, അവരല്ല. അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് ഒന്നേ ബാക്കിയുണ്ടായിട്ടുള്ളൂ. ആ ചാരിത്രം നഷ്ടപ്പെടുത്തിയ കൂട്ടറായി വരും. ഇതെല്ലാം എനിക്കറിയുന്ന കാര്യമാണ്. അതിനുശേഷം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളേക്ക് ചൈനയുടെ ആക്രമണം വന്നു. ആ ചൈനയുടെ ആക്രമണത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്തു അറിയോ, പിന്നെ നമ്മുടെ അതിർത്തിയിലേക്ക് പട്ടാളക്കാരും പോലീസും മുഴുവൻ പോയി. ഡൽഹി മെട്രോപൊളിറ്റൻ ടൗണ് സംരക്ഷിക്കാൻ ആരുമില്ല. 63 നെഹ്റു വിളിച്ചു, സംഘത്തിൻ്റെ അധികാരികളെ വിളിച്ചിട്ട് പറഞ്ഞു, ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് എന്നുള്ള ബാഡ്ജ് കൊടുത്തിട്ടാണ് സംഘത്തിൻ്റെ അധികാരികൾ ഡൽഹി കൺട്രോൾ ചെയ്തത്. അതേ ആളാണ് പിന്നീട് നിരോധിക്കുന്നത്. അവരുടെ മകളും നിരോധിച്ചു. എങ്ങനെ സംഘം എങ്ങനെ വളരണം, അത് സംഘത്തിൻ്റെ രീതിയാണ്, ആ സംഘത്തിൻ്റെ വളർച്ച. ഇവർക്ക് സംഘത്തിന് അവരുടെ വളണ്ടിയർ സംഘടനയാക്കിയിട്ട് മാറ്റണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സംഘത്തില്ല. അതേമാതിരി തന്നെ അവരെ ഉന്നതമായിട്ടുള്ള നേതാക്കന്മാരെ മരിച്ച ഈ ബാൻഡ് വാദ്യമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അതിനൊന്നും ഇത് നിൽക്കില്ല. അവർക്ക് ചായ കൊണ്ടു കൊടുക്കാൻ കിട്ടുന്ന പ്രസ്ഥാനമല്ല ഇത്. അപ്പോൾ ആ രീതിയിൽ സ്വതന്ത്രമായൊരു സംഘടന വളരുമ്പോൾ ബ്രിട്ടീഷുകാർക്കും കണ്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലും കണ്ടുണ്ടായിരുന്നു. അങ്ങനെ 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ, സംഘത്തിൻ്റെ വളർച്ചയായിരുന്നു. ഭാരതം മുഴുവനും വ്യാപിച്ചു. ആ സമയത്ത് ഇതിനെ തകർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഏകാധിപത്യം നടപ്പാക്കി. അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി ഇന്ദിരാഗാന്ധിക്ക് 6 കൊല്ലത്തേക്ക് ഇലക്ഷൻ മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നു. ആ നിയമം വന്നിട്ടാകുമ്പോൾ ആ ജഡ്ജീനെ തന്നെ പിടിച്ചകത്തിടാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം ചെയ്യാൻ കഴിയില്ല, മരിച്ചാലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അവസാനം സത്യാഗ്രഹത്തിലൂടെ സംഘം വീണ്ടും അധികാരത്തിലേക്ക് വന്നു, ഭരണത്തിലേക്ക് വന്നു. ആ ഭരണത്തിലേക്ക് വന്നിട്ടില്ല. അതിന് മുമ്പേ ഈ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. ആ സമരം തുടങ്ങിയ സമയത്ത് ജയപ്രകാശ് നാരായണൻ അമേരിക്കയിലെ മിച്ചിഗനിൽ നിന്ന് കടലാസ് അയച്ചു ഇങ്ങോട്ട്, പാംപ്ലെറ്റ്സ്. ആ പാംപ്ലെറ്റ്സ് ഞങ്ങൾക്കും കിട്ടിയിരുന്നു. ഞങ്ങൾ കിട്ടിയിട്ട് ഇടുന്ന രാത്രി 12 മണിക്ക് അർദ്ധരാത്രിക്ക് പോയിട്ട് ചുമരിനെല്ലാം ഒട്ടിച്ചു.
ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പോസ്റ്റ് ലൈറ്റ് അയച്ചു. ഇത് ചില ആൾ കിട്ടിയ ചില വിപ്ലവകാരികളുണ്ടല്ലോ ഇവിടെ, വലിയ നാവുകൊണ്ട് വിപ്ലവം നടക്കുന്നത്, അവരൊക്കെ പേടിച്ച് വിറച്ചിട്ട് തീയിട്ടിട്ട് കത്തിക്കുക. ഇത് എൻ്റെ കയ്യിൽ കണ്ടാൽ പിടിച്ച് ഉള്ളിലിടുമെന്നില്ല സംശയത്തിൽ. അതൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ രാത്രി 12 മണിക്ക് 2 മണിക്കെല്ലാം പോയിട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ സമരം നടന്നു, വിപ്ലവം. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ജയപ്രകാശ് നാരായണനല്ലോ. ജയപ്രകാശ് നാരായണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ആസൂത്രിതമായിട്ടൊരു പ്ലാൻ ചെയ്തു അന്നത്തെ ഭരണാധികാരികൾ. പോലീസ് അയാളുടെ തലക്ക് നേരെയാണ് ലാത്തി വീശിയത്. ആ സമയത്ത് പിന്നിലുണ്ടായിരുന്ന ആര്? നാനാജി ദേശ്മുഖ്, അന്നത്തെ സംഘത്തിൻ്റെ ആളാണ് നാനാജി ദേശ്മുഖ്, ഓർമ്മയുണ്ടല്ലോ. അയാൾ കൈ ഉയർത്തിയതുകൊണ്ട് കയ്യിൽ എല്ല് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇയാൾ തല പോവാതെ രക്ഷപ്പെട്ടു. അന്നാണ് അയാൾ പറഞ്ഞത്, ജയപ്രകാശ് നാരായണൻ RSS ഫാസിസ്റ്റാണെങ്കിൽ ഞാനും ഫാസിസ്റ്റ്. അങ്ങനെ എല്ലാ തരത്തിലും സംഘത്തിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവരും അവരൊന്നിച്ചു കൂടും. ഇപ്പോൾ കേരളത്തിൽ പോലും നോക്കിക്കോ, സംഘം കേരളത്തിൽ വരുന്നു എന്ന് കണ്ടാൽ ഈ 2 മുന്നണിക്കാർ ഒന്നിച്ചു കൂടും. ഇപ്പം തന്നെ ഇവിടെ പുറത്ത് നിൽക്കുന്നതിന് തന്നെ അവരൊറ്റയ്ക്ക് ഭരിക്കുന്നതുകൊണ്ട് അടുത്ത ഭാവിയിൽ അവരൊന്നിച്ചു കൂടും. അതെല്ലാം സംഭവിക്കും. പക്ഷേ ഈ സംഘത്തിനെ തളർത്താനോ ആർക്കും സാധ്യമല്ല. അത് ഇന്നലത്തെ അവരൊക്കെ മഴക്ക് മുളച്ച തവരൊന്നുമല്ല. അതിന് ബേസുണ്ട്, നല്ല ബേസ്. ഭാരതീയ സംസ്കൃതി, ഇന്ത്യ. ഞാൻ ആര് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹുവായം ഞാൻ ആരാ? ഈ ചിന്തിക്കുന്ന സമയത്താണ് നമ്മളെ പൂർവികരെ കുറിച്ച് നമുക്കറിയുന്നത്. ഞാനതിനെ പറ്റിയൊരു പുസ്തകം എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ BC 325 അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യനെ ആക്രമിക്കാൻ വന്നിട്ടില്ലേ, എന്നിട്ട് വഴിയിൽ നിന്ന് തിരിച്ചുപോയി. അയാളുടെ സർവ്വസൈന്യാധിപനായിരുന്നു സെലൂക്കസ്. ആ സെലൂക്കസിൻ്റെ കാലത്ത് ഇന്ത്യയിലേക്ക് ആക്രമിക്കാൻ വന്നത്, മഗധ സാമ്രാജ്യം ആക്രമിക്കുമ്പോൾ അന്ന് ചന്ദ്രഗുപ്ത മൗര്യനാണ് അവിടുത്തെ പ്രധാന രാജാവ്. ചാണക്യനായിരുന്നു പ്രധാനമന്ത്രി. എന്നിട്ട് ആ സൈന്യത്തിനെ വളഞ്ഞു പിടിക്കുകയാണ് ചെയ്തത്. ഒരു തുള്ളി രക്തമില്ലാതെ വളഞ്ഞു പിടിച്ചിട്ട് കീഴടങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന്. ഇത്ര വലിയ റോമാ സൈന്യം മുഴുവനും ഇവിടെ വന്നിട്ട് കീഴടങ്ങി. എന്നിട്ട് സ്വന്തം മകളെ ചന്ദ്രഗുപ്തന് കല്യാണം കഴിച്ചു കൊടുത്തു അയാൾ, സെലൂക്കസ്. എന്നിട്ട് കുറേ ആയുധങ്ങളും കുറേ രഥങ്ങളും ഇതെല്ലാം അവർക്ക് കൊടുത്തിട്ട് തിരിച്ചയക്കുകയാണ്. പിന്നീട് വന്ന ഭരണാധികാരികൾ, ഒന്നാന്തരം ഭരണാധികാരികളുണ്ടായിരുന്നു ഇവിടെ, നല്ല ഭരണാധികാരികൾ. ആ സമയത്ത് ചൈനീസ് സഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് നളന്ദ, തക്ഷശില, അതുപോലെ വലഭി, വിക്രമശില, ഇങ്ങനെയുള്ള വലിയ വലിയ സംസ്കാര കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ കോളേജുകൾ, അധ്യാപകരും അവിടെ പഠിച്ചു വരുന്നതാണ് ചരകൻ, സുശ്രുതൻ, പാണിനി, ഇവരൊക്കെ. അതുപോലെ ചാണക്യൻ തുടങ്ങിയിട്ടുള്ള അവിടുന്ന് പഠിച്ചു വന്നതാണ്. ലോകപ്രസിദ്ധന്മാരായിട്ടുള്ള വ്യക്തികളാണ് അവർ. അങ്ങനെയുള്ളൊരു മഹത്തായിട്ടുള്ള ഭൂതകാലം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇതൊക്കെ നമ്മൾ വിസ്മരിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇവരൊക്കെ ഈ മാന്യന്മാരാണ്. അവരൊക്കെ നമ്മൾ ഈ സംസ്കൃതിയെ തമസ്കരിക്കുകയാണ് ചെയ്തത്. ഇത്രയും മഹത്തായിട്ടുള്ള ഈ സംസ്കൃതിനെ കാണാതാക്കുക, സംസ്കരിക്കുക, തമസ്കരിച്ചു. ഇപ്പോഴതിൻ്റെ അവസരം വന്നു. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ലോകത്തിന് ഇങ്ങനെയുള്ളൊരു മഹാരാജ്യം ഉണ്ടായിരുന്നു ഇവിടെ എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പോൾ ഇത്രയും ഈ ത്യാഗം ചെയ്ത ഈ വ്യക്തികളെ പോലും അപകീർത്തിപ്പെടുത്തുക, അപമാനിക്കുക ഇവർ ചെയ്യുന്നത്. സ്വന്തം ധർമ്മത്തിനെ ഇല്ലാതാക്കുക. ഈ രീതിയിലുള്ള പ്രവർത്തനം എത്രയോ കൊല്ലങ്ങളായിട്ട് നടക്കുന്നത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതൊന്നും കണക്കിലെടുക്കില്ല. കാരണം തന്നെ കുരച്ചിടട്ടെ നായ്ക്കൾ നാലുപാടുമാർക്കതിൽ ഭയം. ഓരോ ജീവികൾ കുരച്ചുകൊണ്ടിരിക്കും, നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നാണ്.
അനുപമം അന്യദേശങ്ങൾ തന്നെ അവദാനം പാടുന്ന പാട്ടുകാരാ, ഇവിടുത്തെ മണ്ണിൻ്റെ മഹിമകൾ പാടുവാൻ ഇനിയുമില്ല ആത്മാഭിമാനമെന്നോ, അടിമത്തച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞു പോലെ അഭിമാനശാലികളായി പോൽ നാം അഭിമാനം ആത്മചരിത്രത്തിൻ്റെ അപമാനം ചെയ്യുന്നതാണ് പോൽ. അറിയുകയില്ല നീ ആത്മാഹുതികളാൽ അരികളെ തോൽപ്പിച്ച പൂർവികരെ, അറിയുകയില്ലേ മരിച്ചു വീഴുമ്പോഴും ചിരി ചുണ്ടിൽ മായാത്ത മാതകരെ, അറിയുകയില്ലേ നവയൗവനങ്ങളെ എരിതീയരിച്ച വനിതകളെ, അവരുടെ പോർവിളി കേട്ട് കുലുങ്ങാത്ത സമരാങ്കണങ്ങളില്ല എൻ്റെ നാട്ടിൽ, അവരുടെ ഗർജനം കേട്ട് തരിക്കാത്ത മലകളും മരവുമില്ല എൻ്റെ നാട്ടിൽ. ശിവ എന്നിട്ടും അവരെക്കുറിച്ചുള്ള കവിതകൾ പാടാൻ കവികളില്ല. അപ്പോൾ ആ രീതിയിലുള്ള നമ്മൾ ഒരു തരത്തിൽ നോക്കും. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം ബർമ്മ, ഇന്നത്തെ മ്യാൻമാർ, മുറിഞ്ഞറ്റു വീണു മനോരമ്യ ലങ്ക, മഹാദേവി നിൻ കാലിലെ പൊഞ്ചിലങ്ക. ഇതെല്ലാം ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ ഭരണകൂടം വീണ്ടും പഴയ ഭരണകൂടമായിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യമില്ല, ഭാരതം ഉണ്ടാവില്ല. ആ അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത്. 1000 കൊല്ലത്തെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദൈവം നമുക്കൊരാളെ അയച്ചു തന്നു. അയാളാണെന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള രീതി. ഇനി ഭാരതം മുന്നേറും. ഉണർന്നേറ്റുപോയി കോടീസുതന്മാർ, ജയപ്പൊൻ കൊടിക്കൂറ പേറും ഭടന്മാർ. ഇപ്പോൾ ഉയർന്നു. ഇനി ലോകത്തിൽ തടുത്തു നിർത്താൻ ഈ ശക്തിനെ ആർക്കും സാധ്യമല്ല. അത് നമ്മളെ ഈ ഇപ്പോൾ ജേക്കബ് ന്യൂസ് വന്നില്ലേ മിനിയാൻ സംഘത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ വന്നു. ജേക്കബ് ന്യൂസ്, ശ്രീലേഖ ഇതല്ലേ IPS അല്ലേ, അതേമാതിരി തന്നെ പിന്നെ ഇയാൾ എന്താണ് സെൻകുമാർ, ഈ പഴയ പിന്നെ IG-മാരും DCP-കാരും എല്ലാവരും ഇതിൽ വരുന്നു. ഇതാണ് ഇവർക്ക് വിഷമമുണ്ടാക്കുന്നത്. എന്നിട്ട് പറഞ്ഞു RSSുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർക്ക് ബന്ധവും പാടില്ല. ആരും കൂട്ടാക്കുന്ന ഇത് ഈ കടൽക്കിഴവനെ എന്ത് പറഞ്ഞിട്ട് അതിന് കാര്യമില്ല. ഈ പ്രസ്ഥാനം നശിച്ചു, അതിന് നിലനിൽക്കില്ല. ഈ പ്രസ്ഥാനം ഇപ്പം കേരളത്തിലേ ഉള്ളൂ. ഇതൊരു മൂലയിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് അടുത്ത ഭാവിയിൽ അതും പോകും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അടിച്ചു കയറ്റത്തിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവർക്ക്. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. 100-ാം വർഷത്തിൽ നമ്മുടെ സേവന പ്രവർത്തനം, അതുപോലെ തന്നെ പിന്നെ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനം. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഇറങ്ങിയിട്ടാണ് ഈ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെടുക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ എല്ലാ ദിക്കിലും ദേശീയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതിപ്പോൾ ഈ വിജയദശമി ദിവസം അതിൻ്റെ തന്നെ 3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ടുള്ള ദിവസങ്ങളിൽ റൂട്ട് മാർച്ച് നടക്കുന്നു. 20,000 സ്വയംസേവകരുടെ റൂട്ട് മാർച്ചാണ് ഇപ്പോൾ പിന്നെ ആസ്ഥാനത്തുള്ളത്, സംഘത്തിൻ്റെ ആസ്ഥാനത്ത് നടക്കുന്നത്. ഈ ഉള്ളിൽ കള്ളമുള്ളവർക്ക് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല. സ്വാർത്ഥ താല്പര്യമുള്ള ആൾക്ക് ഇതിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്ക് 35-ാമത്തെ വയസ്സ്, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. സ്പോർട്സിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ഡേറ്റ് 35 വയസ്സ് വരെ മാത്രം. ആ കാലഘട്ടത്തിൽ ബോംബെ എന്നൊരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജയന്തി പഞ്ചായത്തിലെ മേലത്ത് നാരായണൻ നമ്പ്യാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആ സമയത്ത് 6 മാസം ബോംബെ എന്നൊരു അബ്ദുറഹിം എന്നൊരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തു. കോൺഗ്രസ് നല്ല ചെറുപ്പക്കാർ 10-60-80 ആളുണ്ട്. ഞാൻ സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴേക്ക് ക്രോസ് കൺട്രി റേസ് നടക്കുന്നത്. ഇവിടുന്ന് ബോയ്ക്കന്ത് ഇരിയണ്ണി വരെ ഓടിയിട്ട് തിരിച്ചിട്ട് ഇവിടെ എത്തണം. അവിടെ ഒരു ലിസ്റ്റ് കൊടുക്കാനുണ്ടാവും. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ മാഷന്മാരോട് പറഞ്ഞു, ഞാൻ ഇവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓടട്ടോ എന്ന് പറഞ്ഞു. അയ്യോ നിങ്ങൾ ഓടേണ്ട മാഷേ, നിങ്ങൾ ഓടേണ്ട മാഷേ, ഇത് എല്ലാവരും പറഞ്ഞു, കുട്ടികളും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പം ഞാൻ നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നുകൊണ്ട് ആ സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ ചിപ്ലിക്കായി വരെ ഓടുന്നു ഞാൻ അവരൊന്നിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് മുസ്ലിംസ് പറയുന്നുണ്ട്, അയാൾ RSSൻ്റെ ആൾ, അയാൾ ജയിച്ചുറും. ഞാൻ കേൾക്കുന്നുണ്ട് ഇത്, അയാൾ RSSൻ്റെ ആൾ ജയിച്ചുറും എന്ന് പറയുന്നുണ്ട്. അവരെ സങ്കല്പം എന്താണെന്നറിയോ, നമുക്ക് എന്ത് സാധിക്കും എന്നുള്ളതാണ്. അവരുടെ വികാരത്തിനനുസരിച്ച് ഉണരേണ്ടത് എൻ്റെ കടമയല്ലേ, അല്ലെങ്കിൽ സംഘത്തിന് നാണക്കേടല്ലേ. ഞാൻ ജയിച്ചില്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞില്ലേ അവർ RSSകാരനാണ്, അയാൾ ജയിച്ചേക്കുന്നു. വിട്ടു, ഞാൻ കൂടി 100 മീറ്റർ മുമ്പിൽ തിരിച്ചെത്തി
ഇവരെല്ലാം പരാജയപ്പെട്ടു. ഇത് എനിക്ക് അഭിമാന പ്രശ്നം. എൻ്റെ പ്രസ്ഥാനത്തിന് കരിതേക്കും. ഞാനിത് ജയിച്ചില്ലെങ്കിൽ മരണമോട്ടം ഓടിയിട്ടെങ്കിലും ജയിച്ചു. അപ്പോൾ ഈ കോച്ച് എൻ്റെ അടുത്തേക്ക് വന്ന് സൈക്കിൾ എടുത്തിട്ട് വന്ന് മെല്ലെ കൂടെ അല്ലേ ഹാർട്ട് ഫെയിലായി പോകും എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ഈ ചാമാറിനെ പറഞ്ഞു ഞാൻ ജലീറ്റിൽ നേരത്തെ അയാൾ ആളെ അയാൾ ജയിച്ചു എന്നവർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കടുക് മണിയോളം കറുപ്പ് എൻ്റെ വസ്ത്രത്തിന് ഉണ്ടാകാൻ പാടില്ല. അത് എനിക്കല്ല ദോഷം, എൻ്റെ പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യുന്നില്ല ബോധം ഓരോരുത്തരുണ്ടെങ്കിൽ ഈ നാട് നന്നായി. അപ്പോൾ ഇത് ത്യാഗത്തിൻ്റെതായിട്ടുള്ള പ്രസ്ഥാനമാണ്. സ്വാമി വിവേകാനന്ദൻ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നമ്മൾ പോയത്, മറ്റേത് വഴിയിലൂടെയല്ല. ഇതിപ്പോൾ സംഘം വ്യക്തിയാധിഷ്ഠിത പ്രസ്ഥാനമല്ല. ഡോക്ടർജി സ്ഥാപിച്ചതെങ്കിലും അദ്ദേഹം പറഞ്ഞ ഗുരുദക്ഷിണ ചെയ്യാൻ പറയും സംഘത്തിൻ്റെ കൊടിക്കാണ്, തത്വത്തിനാണ്, വ്യക്തിക്കല്ല. ഞാനല്ല ഗുരു, അതാണ് ഗുരു, അതിന് ഗുരുദക്ഷിണ ചെയ്യുക, അതിന് രാഖി കെട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ വ്യക്തിയാധിഷ്ഠിത പ്രസ്ഥാനമല്ല ഇത്, തത്വാധിഷ്ഠിത പ്രസ്ഥാനം. അതുകൊണ്ട് ശാശ്വതമായി ചിരന്തനമായി സനാതനമായി നിലനിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് സംഘം. ഈ സംഘത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ആര് പിരിച്ചു വിട്ടാലും പിന്നെയും ഉണ്ടാകും സംഘം. ഇത് ഭാരതത്തിൻ്റെ സംസ്കൃതിയാണ്.